ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ വായിക്കുന്ന പുസ്തകം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ 3 അടിസ്ഥാന തത്വങ്ങളാണ്. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൻ്റെ വിശദീകരണമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. വിശദീകരണം നൽകിയത് ഷെയ്ഖ് ഡോക്ടർ സാലിഹ് ബിൻ ഫൗസാൻ അൽ ഫൗസാൻ ഹഫിദഹുല്ലാ. അപ്പം നമ്മൾ ഷെയ്ഖുൽ ഇസ്ലാം അബ്ദുൽ വഹാബിൻ്റെ ജീവചരിത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എത്തിയത് അൽ അഹ്സയിലെ ഭരണാധികാരി സുലൈമാൻ ഇബ്നു ഉറൈർ, ഉഐനയിലെ ഭരണാധികാരി ഉസ്മാൻ ഇബ്നു ഹംദ് ഇബ്നു മാമറിനോട് ഷെയ്ഖുൽ ഇസ്ലാമിനെ വധിക്കാൻ കൽപ്പിച്ചു. പക്ഷേ ഉഐനയിലെ ഭരണാധികാരിക്ക് അഹ്സയിലെ ഭരണാധികാരിയെ ചെറുക്കാൻ സാധിക്കാത്തത് കൊണ്ടും അധികാരം നഷ്ടപ്പെടുമെന്ന് ഭയന്നതുകൊണ്ടും അദ്ദേഹം ഷെയ്ഖിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ ഷെയ്ഖിനോട് ഉയൈന വിടാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഷെയ്ഖ് ഉയൈന വിട്ട് ദാരിയയിലേക്ക് പുറപ്പെട്ടു. ദാരിയയിലെ ജനങ്ങൾ ഷെയ്ഖിനെ നല്ലവണ്ണം സ്വീകരിക്കുകയും അവിടുത്തെ ഭരണാധികാരി മുഹമ്മദ് ഇബ്നു സഊദ് ഷെയ്ഖിന് അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിന് പൂർണ്ണ പിന്തുണയും നൽകി. അദ്ദേഹത്തിൻ്റെ ആശയം ഖുർആനും സുന്നത്തും ഇസ്ലാമിക പാഠങ്ങളും അതിൻ്റെ തനതായ രീതിയിൽ, അതിൻ്റെ യഥാർത്ഥ രീതിയിൽ പുനരുജ്ജീവിപ്പിക്കണം എന്ന ആശയം ഷെയ്ഖിന് ഭരണാധികാരിക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും അങ്ങനെ ഷെയ്ഖിൻ്റെ ഈ പ്രബോധനം അള്ളാഹുവിൻ്റെ ഏകത്വത്തിലുള്ള ഉറച്ച വിശ്വാസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗദർശനവും പ്രബോധനം ചെയ്യാനുള്ള ഉറച്ച തീരുമാനത്തിൽ എത്തി. Pledged to propagate the teachings of Islam, the Sheikh described to Amir Muhammad the accounts of the Prophet sallallahu alaihi wasallam and his companions as to how they strove for the cause of Allah, enduring all the difficulties and making their best efforts with all the sacrifices. The Sheikh persuaded Amir Muhammad also to the same and assured him of Allah's pleasure in the hereafter and his favor and victory in this world. Ibn Saud, being convinced by the Sheikh, agreed with him and promised his full support to him and to his mission, provided that when Allah would bless him with victory, he would not leave him. The Sheikh also gave his words to this effect, and thus Ibn Saud gave the Sheikh a pledge to propagate the teachings of Islam, especially Tawheed, mobilizing Muslims for jihad, fighting for the cause of Allah, emphasize adherence to the Sunnah of Allah's Messenger sallallahu alaihi wasallam, and enjoin good deeds and forbid evils. The Sheikh invoked Allah to be his guide and bless him to be firm in his determination and to give him every success in this life and the hereafter. ഇസ്ലാമിക പാഠങ്ങൾ പ്രബോധനം ചെയ്യാനുള്ള പ്രതിജ്ഞ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് ഭരണാധികാരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും റളിയല്ലാഹു അൻഹും ജീവിതം പറഞ്ഞു കൊടുക്കുകയും എങ്ങനെ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഠിനമായി പരിശ്രമിക്കുകയും അതിനുവേണ്ടി എല്ലാ പ്രയാസങ്ങൾ സഹിക്കുകയും അവരുടെ ഏറ്റവും നല്ല പരിശ്രമം അതിനുവേണ്ടി ഉണ്ടായി എന്നതിനെക്കുറിച്ചെല്ലാം, അതിനുവേണ്ടി എത്രമാത്രം ത്യാഗം ചെയ്തു എന്നതിനെക്കുറിച്ചെല്ലാം ഷെയ്ഖ് ഭരണാധികാരിക്ക് പറഞ്ഞു കൊടുത്തു. ഷെയ്ഖ് അമീർ മുഹമ്മദ് ഭരണാധികാരിയെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇതിലേക്കും അദ്ദേഹത്തിന് ഉറപ്പ് നൽകി അള്ളാഹുവിൻ്റെ തൃപ്തി ഈ ലോകത്തും പരലോകത്തും അത് കാരണമായിട്ടുള്ള വിജയവും അള്ളാഹുവിൻ്റെ സഹായവും. ഇബ്നു സൗദിന് ഷെയ്ഖിൻ്റെ ഈ സംസാരത്തും കൊണ്ട് ബോധ്യപ്പെടുകയും ഷെയ്ഖിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും അദ്ദേഹത്തോട് യോജിക്കുകയും ചെയ്തു ഷെയ്ഖിൻ്റെ ഈ ദൗത്യത്തിൽ. പക്ഷേ ഷെയ്ഖ് ഒരാവശ്യം പറഞ്ഞു, അദ്ദേഹം ഇതിൽ വിജയിച്ചാൽ അദ്ദേഹത്തെ ഒഴിവാക്കാൻ പാടില്ല എന്ന്. ഷെയ്ഖും ഇതേ രീതിയിൽ ഭരണാധികാരിക്കും വാക്ക് നൽകി. അങ്ങനെ ഇബ്നു സൗദ് ഷെയ്ഖിന് പ്രതിജ്ഞ നൽകി ഇസ്ലാമിക പാഠങ്ങൾ, പ്രത്യേകിച്ച് തൗഹീദ് പ്രബോധനം ചെയ്യാനും മുസ്ലിങ്ങളെ ജിഹാദിനു വേണ്ടി തയ്യാറെടുക്കാനും. സുന്നത്ത്, അള്ളാഹുവിൻ്റെ ദൂതൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത്
പിൻപറ്റാനും നന്മകൾ കൽപ്പിക്കാനും തിന്മകൾ വെടിയാനും. ഷെയ്ഖ് അള്ളാഹുവിനോട് ദുആ ചെയ്തു മാർഗദർശനം നൽകാനും അദ്ദേഹത്തെ അനുഗ്രഹിക്കാനും ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും അദ്ദേഹത്തിന് ഈ ജീവിതത്തിലും പരലോകത്തിലും എല്ലാ വിജയവും നൽകുവാൻ. Daria, the center of Dawah. At this time, the Sheikh found himself in a peaceful environment most suitable for his work of Dawah. He seized the golden opportunity and started to educate the masses. People of Daria and its surroundings resorted to him for the lessons in Islam. Amir Muhammad ibn Saud presented himself before the Sheikh as one of his students of Islam along with the members of his family. Daria was crowded with people visiting for learning. The Sheikh started teaching, preaching and inviting people to Allah. He undertook the task of delivering lectures on different branches of knowledge, namely Tawheed, exposition of the Quran and the Sunnah, knowledge of fiqh and Arabic language, etc. Thus Daria turned into a center of learning and dawah and people started migrating to it in large numbers. ഈ സമയത്ത് ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ അന്തരീക്ഷം വളരെ സമാധാനപരമായി കാണുകയും അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ കർമ്മത്തിന് ഏറ്റവും നല്ല സാഹചര്യമായി തോന്നുകയും ചെയ്തു. ഈ സുവർണ അവസരം അദ്ദേഹം ഉപയോഗപ്പെടുത്തുകയും പൊതുസമൂഹത്തെ പഠിപ്പിക്കാനും ആരംഭിച്ചു. ദാരിയയിലെ ജനങ്ങളും അതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ജനങ്ങളും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇസ്ലാമിക പാഠങ്ങൾ പഠിക്കാൻ വന്നു. അമീർ ഭരണാധികാരി മുഹമ്മദിന് സഊദും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളും ഷെയ്ഖിൻ്റെ വിദ്യാർത്ഥികളായി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പഠനം ആരംഭിച്ചു. അങ്ങനെ ദാരിയ ജനങ്ങളാൽ തിങ്ങി നിറയുകയും അത് പഠനത്തിൻ്റെ ഒരു കേന്ദ്രമാവുകയും ചെയ്തു. ഷെയ്ഖ് അവിടെ പഠിപ്പിക്കുകയും പ്രബോധനം ചെയ്യുകയും അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനും ആരംഭിച്ചു. അദ്ദേഹം പ്രഭാഷണങ്ങൾ നൽകുകയും പ്രത്യേകിച്ച് വിജ്ഞാനത്തിൻ്റെ വിവിധ ശാഖകളായ തൗഹീദ്, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വ്യാഖ്യാനം, ഫിഖ്ഹിൻ്റെ വിജ്ഞാനം, അറബി ഭാഷ മുതലായവ. അങ്ങനെ ദാരിയ ദഅവത്തിൻ്റെയും പഠനത്തിൻ്റെയും കേന്ദ്രമാവുകയും ധാരാളം ജനങ്ങൾ അവിടത്തേക്ക് പഠിക്കാൻ പുറപ്പെടുകയും ചെയ്തു. The assembly of people and the far-reaching effects of his mission made him far-famed, which rendered his enemies into jealousy. They started false propaganda against the Sheikh and even blamed him of blasphemy and branded him as Zindiq and a sorcerer. However, the Sheikh was a man of courage. He did not care for these blames and continued his mission with full enthusiasm. He even debated his opponents in the best manner and in a polite way. This attitude proved very effective and rendered his opponents to be his supporters. ജനങ്ങളുടെ സദസ്സും ഷെയ്ഖിൻ്റെ പ്രബോധനവും വിദൂര ദിക്കുകൾ എത്തുകയും അദ്ദേഹം പ്രശസ്തനാവുകയും ചെയ്തപ്പോൾ ശത്രുക്കൾക്ക് അസൂയ തോന്നി. അവർ അദ്ദേഹത്തിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയും മതനിന്ദ, അദ്ദേഹത്തെ വിദഗ്ധകാരൻ, മന്ത്രവാദി എന്നൊക്കെ ആരോപിക്കുകയും ചെയ്തു. എന്നാൽ ഷെയ്ഖ് ധീരനായ ഒരു മനുഷ്യനായിരുന്നു. ഈ ആക്ഷേപത്തെയൊന്നും അദ്ദേഹം ഒരു പരിഗണനയും നൽകിയില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദൗത്യവുമായി പൂർണ്ണ ഉത്സാഹത്തോടെ മുന്നോട്ട് പോയി. അദ്ദേഹത്തിൻ്റെ എതിരാളികളോട് ഏറ്റവും നല്ല രീതിയിലും സ്വഭാവത്തിലും വാദപ്രതിവാദം നടത്തി. ഈ രീതി വളരെ ഫലപ്രദമാവുകയും അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പോലും അദ്ദേഹത്തിൻ്റെ അനുകൂലികളായി മാറി. The Sheikh, along with his work of dawah, planned for jihad against overwhelming shirk and heretic ideas and practices and invited people of all ranks to join in this mission. Delegates from every corner of the Arab Peninsula visited Daria to pledge their support to the Sheikh and to take lesson of true Tawheed of Islam. Then they would return back to their areas to teach the same to their people and educate them. അങ്ങനെ ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ ദഅവത്തിൻ്റെ കൂടെ ജനങ്ങൾ മുഴുകിയിരുന്ന ഷിർക്കിലും അനാചാരങ്ങളിലും മുഴുകിയതിനെതിരെ ജിഹാദ് ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ജനങ്ങളെ ഈ ദൗത്യത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അറേബ്യൻ ഉപദ്വീപിലെ വിവിധ മൂലകളിലും മുക്കിലും മൂലയിലുമുള്ള എല്ലാ പ്രതിനിധികളെയും അദ്ദേഹം ദാരിയ സന്ദർശിക്കാനും അവരെല്ലാം അദ്ദേഹത്തിന് ഈ ദൗത്യത്തിന് പിന്തുണ നൽകാൻ പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. അഥവാ ശരിയായ തൗഹീദ് പഠിക്കാൻ, ഇസ്ലാമിലുള്ള തൗഹീദ് പഠിക്കാൻ. അങ്ങനെ അവർ പഠിച്ചതിന് ശേഷം അവർ അവരുടെ പ്രദേശത്ത് പോവുകയും അവിടുത്തെ ജനങ്ങളെ അത് പഠിപ്പിക്കുകയും ചെയ്തു. The ruler of Uyayna and the elites took journey to pay visit and requested him to return back to Uyayna. But the Sheikh rejected the proposal.
They also pledged to fight for the cause of Islam till the last. The Sheikh also sent his disciples to the different regions and countries to preach the teachings of Islam based only on the Quran and the authentic ahadith of the Prophet sallallahu alaihi wasallam. അപ്പോഴാണ് ഉയൈനയിലെ ഭരണാധികാരിയും അവിടുത്തെ പ്രമാണികളും അവർ ഷെയ്ഖിനെ സന്ദർശിക്കാൻ പുറപ്പെട്ടു. അങ്ങനെ അവർ ഷെയ്ഖിനോട് ഉയൈനയിലേക്ക് തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഷെയ്ഖ് ഈ ആവശ്യം സ്വീകരിച്ചില്ല. അവരും ഷെയ്ഖിനോട് പ്രതിജ്ഞ ചെയ്തു അവസാന ശ്വാസം വരെ ഇസ്ലാമിന് വേണ്ടി ജിഹാദ് ചെയ്യാൻ. ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ അനുയായികളെ വിവിധ പ്രദേശങ്ങളിലും വിവിധ രാജ്യങ്ങളിലേക്കും പ്രബോധനത്തിന് വേണ്ടി ഇസ്ലാമിൻ്റെ പാഠങ്ങൾ ഖുർആനിൻ്റെയും സഹീഹായ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹായ ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ പഠിപ്പിക്കാൻ പ്രബോധകരെ വിവിധ പ്രദേശങ്ങളിലും രാജ്യങ്ങളിലേക്കും അയക്കുകയുണ്ടായി. Correspondence with the rulers. The Sheikh drew the attention of the rulers and the scholars of each region towards the shirk and heresy in which people were indulged and invited them for their eradication. For the purpose, he stepped into correspondence. He wrote letters to rulers, allies, scholars of Najd, Riyadh, Karj, towns of southern region, Qasim, Hayal, Wasm, Sudair, etc. He also wrote to the outstanding ulama of Ahsam, Makkah and Al-Madinah. Outside the Arab Peninsula, he made correspondence to the learned figures of Syria, Iraq, India and Yemen as well. He maintained his communication with them, explained to them the aims and objects of his mission, substantiated the points with Quran and the Sunnah, and invited their attention towards the eradication of the absurd and heretical beliefs and practices of the masses. ഭരണാധികാരികളുമായുള്ള കത്തിടപാടുകൾ. ഷെയ്ഖ് അങ്ങനെ ഭരണാധികാരികളോടും പണ്ഡിതന്മാരോടും അവരുടെ ഓരോ പ്രദേശത്തിലെയും ഷിർക്കിലെയും അനാചാരങ്ങളെയും കുറിച്ച് ശ്രദ്ധ തിരിക്കുകയും അവരുടെ ആ സമൂഹത്തെ ആ അനാചാരങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം കത്തിടപാടുകൾ ആരംഭിച്ചു. അദ്ദേഹം ഭരണാധികാരികൾക്കും പ്രമാണിമാർക്കും പണ്ഡിതന്മാർക്കും നജ്ദിലെയും റിയാദിലെയും കർജിലെയും പടിഞ്ഞാറൻ പട്ടണങ്ങളിലെ ഖാസീം, ഹയാൽ, വഷ്ം, സുദേർ എന്നീ പ്രദേശങ്ങളിലേക്ക് അദ്ദേഹം കത്തിടപാടുകൾ നടത്തി. അദ്ദേഹം വിശിഷ്ട പണ്ഡിതന്മാരായ അഹ്സയിലെയും മക്കയിലെയും അൽ മദീനയിലെയും പണ്ഡിതന്മാർക്കും കത്തുകൾ എഴുതി. അറേബ്യൻ ഉപദ്വീപിൻ്റെ പുറത്തുള്ളവർക്കും അദ്ദേഹം പ്രത്യേകിച്ച് വിജ്ഞാനമുള്ളവരിലേക്ക് കത്തുകൾ എഴുതി. സിറിയ, ഇറാഖ്, ഇന്ത്യ, യമൻ. അദ്ദേഹം ഈ ആശയവിനിമയം തുടരുകയും അത് നിലനിർത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയും അവരുടെ ശ്രദ്ധ ഈ അനാചാരങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനും ഈ തെറ്റായ വിശ്വാസങ്ങൾ ജനങ്ങളിൽ നിന്ന് ഉന്മൂലനം ചെയ്യാനും അവരുടെ ശ്രദ്ധ തിരിച്ചു. And thus Sheikh's mission spread far and wide. A large number of scholars and other people throughout India, Indonesia, Afghanistan, Africa, Morocco, Egypt, Syria, Iraq, etc. were influenced and attracted to his da'wah. They also stood up in their own regions with a great zeal and enthusiasm to invite the people towards Allah and to the pure and basic teachings of Quran and the Sunnah, free from all heresies and misinterpretations. അങ്ങനെ ഷെയ്ഖിൻ്റെ ദൗത്യം വിദൂര ദിക്കുകളിലേക്ക് പടർന്നു. ധാരാളം പണ്ഡിതന്മാർ പല പ്രദേശങ്ങളിലുള്ള ഇന്ത്യ, ഇന്തോനേഷ്യ, അഫ്ഗാനിസ്ഥാൻ, ആഫ്രിക്ക, മൊറോക്കോ, ഈജിപ്ത്, സിറിയ, ഇറാഖ് മുതലായവ ഷെയ്ഖിലേക്ക് ആകർഷിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്വാധീനം, ദൈവത്തിൻ്റെ സ്വാധീനം അവർക്ക് ഏൽക്കുകയുമുണ്ടായി. അവരും അവരുടെ പ്രദേശത്ത് വളരെ ഉത്സാഹത്തോടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും ശുദ്ധവും അടിസ്ഥാനവുമായ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പാഠങ്ങളിലേക്ക് അവരെ പഠിപ്പിക്കുകയും ദുർവ്യാഖ്യാനങ്ങളും അനാചാരങ്ങളിൽ നിന്ന് മുക്തമാക്കാനുമുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. Death. The Sheikh dedicated his whole life for his da'wah and jihad with his utmost sincerity and with the help of Muhammad ibn Saud and his son Abdul Aziz, the rulers of Daria. He breathed his last on the last day of the month of Dhul Qa'dah in 1206 Hijri, 1792 CE. May Allah cover him in mercy and reward him well for his services to Islam and Muslims. Indeed, Allah is the one who hears and responds to supplications. മരണം. ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ ജീവിതവും ദഅവത്തിനും ജിഹാദിനും വേണ്ടി സമർപ്പിച്ചു. അത് വളരെയധികം ആത്മാർത്ഥതയോടെയും
മുഹമ്മദ് ബിൻ സഊദും അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുൽ അസീസും ദാരിയയിലെ ഭരണാധികാരികളുടെ സഹായത്തോടെ അദ്ദേഹത്തിൻ്റെ അവസാന ശ്വാസം വലിച്ചത് ദുൽഖഅദ മാസത്തിലെ അവസാന ദിവസത്തിലായിരുന്നു. 1206 ഹിജ്റ, 1792 CE. അള്ളാഹു അദ്ദേഹത്തെ കാരുണ്യം കൊണ്ട് പൊതിയുകയും അദ്ദേഹത്തിൻ്റെ സേവനത്തിന് ഏറ്റവും നല്ല പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ. അദ്ദേഹം ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും നൽകിയ സേവനം തീർച്ചയായും അള്ളാഹു ആണ് കേൾക്കുന്നവനും ദുആകൾക്ക് ഉത്തരം നൽകുന്നവൻ. Impact of Dawah. As a result of the continued Dawah, vigorous struggle and jihad in the way of Allah for a long period of about 50 years from 1158 Hijri to 1206 Hijri, a complete victory over the entire Najd was gained. People abandoned worshipping graves, tombs, shrines, trees, etc., and all the more they deserted all of them and practiced the pure faith of Islam. Blind following of the forefathers, ancestors, and traditions in vogue were abandoned, and Sharia was revived and established. Obligatory duties were being observed in the light of Quran and Sunnah. ദാവത്തിൻ്റെ സ്വാധീനം. ഷെയ്ഖിൻ്റെ ദാവത്ത് കാരണം അദ്ദേഹത്തിൻ്റെ ശക്തമായ പരിശ്രമവും ജിഹാദും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത് നീണ്ട വർഷങ്ങൾ 50 വർഷം 1158 ഹിജ്റ മുതൽ 1706 ഹിജ്റ വരെ നജ്ദിൻ്റെ പൂർണ്ണമായും നജ്ദ് അതിൽ വിജയം കണ്ടു. ജനങ്ങൾ ഖബറുകളെയും പ്രതിഷ്ഠകളെയും ശവകുടീരങ്ങളെയും മരങ്ങളെയും ആരാധിക്കുന്നത് ഉപേക്ഷിക്കുകയും അതെല്ലാം വെടിയുകയും ചെയ്തു. അങ്ങനെ അവർ ശരിയായ വിശ്വാസം നിലനിർത്തുകയും അത് ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്തു. പിതാക്കളെയും പൂർവികരെയും ആചാരങ്ങളെയും അന്ധമായി പിന്തുടരുന്നത് അവർ ഉപേക്ഷിച്ചു. ശരീഅത്ത് പുനരുജ്ജീവിക്കപ്പെട്ടു, അത് സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ നിർബന്ധ കാര്യങ്ങൾ നിർവഹിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. A framework for enjoining good deeds and forbidding bad ones was instituted. Masajid began to be visited by people in abundance for performing as-salah. Peace and tranquility prevailed everywhere in towns as well as in villages. People became safe even in deserts and on lonely ways. The ignorant and notorious Bedouins molded their conduct. The preachers and preceptors were sent to every corner to teach and educate the common people. Thus a thorough revival of the complete religion came into existence. നന്മകൾ കൽപ്പിക്കാനും തിന്മകൾ വെടിയാനുമുള്ള ഒരു പദ്ധതി സ്ഥാപിക്കപ്പെട്ടു. മസാജിദുകൾ നമസ്കാരം നിലനിർത്താനും അത് നടപ്പിലാക്കാനും വേണ്ടി ജനങ്ങൾ ധാരാളമായി സന്ദർശിക്കുകയും ചെയ്തു. ശാന്തിയും സമാധാനവും എല്ലായിടത്തും നിലനിന്നു. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും മരുഭൂമികളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും ജനങ്ങൾ സുരക്ഷിതരായി. വിവരമില്ലാത്തവരും കുപ്രസിദ്ധി നേടിയവരുമായ ബദുക്കൾ വരെ അവരുടെ സ്വഭാവം നന്നാക്കി. പ്രബോധകന്മാരെ എല്ലാ മുക്കിലും മൂലയിലും അയക്കുകയും അവരെല്ലാം പൊതുസമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മതത്തിൻ്റെ പൂർണ്ണമായ പുനരുദ്ധീകരണം നിലവിൽ വന്നു. After the death of the Sheikh, his sons, grandsons, students and supporters continued the work of dawah and jihad in the way of Allah. Among his sons, the most ardent in these activities were Sheikh Imam Abdullah ibn Muhammad, Sheikh Hussain ibn Muhammad, Sheikh Ali ibn Muhammad and Sheikh Ibrahim ibn Muhammad. And among his grandsons were Sheikh Abdul Rahman ibn Hassan, Sheikh Ali ibn Hussain and Sheikh Sulaiman ibn Abdullah. Apart from them, a large group of his students, including Sheikh Hamd ibn Nasir, scholars from Daria and others, remain continuously engaged in inviting people towards Allah's true religion by writing and publishing books, fighting for the cause of Allah and making correspondence in this regard. അങ്ങനെ ഷെയ്ഖിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മക്കളും പേരക്കുട്ടികളും വിദ്യാർത്ഥികളും അദ്ദേഹത്തിന് പിന്തുണ നൽകിയവരും ദഅവത്തിൻ്റെ കർമ്മം ചെയ്തുകൊണ്ടേയിരുന്നു. അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള ജിഹാദും. അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഏറ്റവും ഉത്സാഹം കാണിച്ചത് ഈ പ്രവൃത്തിയിൽ ഷെയ്ഖ് ഇമാം അബ്ദുള്ള ഇബ്നു മുഹമ്മദ്, ഷെയ്ഖ് ഹുസൈൻ ഇബ്നു മുഹമ്മദ്, ഷെയ്ഖ് അലി ഇബ്നു മുഹമ്മദ്, ഷെയ്ഖ് ഇബ്രാഹിം ഇബ്നു മുഹമ്മദുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളിൽ ഷെയ്ഖ് അബ്ദുർ റഹ്മാൻ ഇബ്നു ഹസൻ, ഷെയ്ഖ് അലി ഇബ്നു ഹുസൈൻ, ഷെയ്ഖ് സുലൈമാൻ ഇബ്നു അബ്ദുള്ള. ഇവരെ കൂടാതെ ധാരാളം വിദ്യാർത്ഥികളും പ്രത്യേകിച്ച് ഷെയ്ഖ് ഹംദ് ഇബ്നു നാസിർ, ദാരിയയിലെ പണ്ഡിതന്മാർ, മറ്റുള്ളവരും
തുടർച്ചയായി ഈ അള്ളാഹുവിലേക്ക്, ഈ സത്യമതത്തിലേക്ക് ക്ഷണിക്കാനും അതിനുവേണ്ടി എഴുതാനും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനും അള്ളാഹിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാനും കത്തിടപാടുകൾ നടത്തുകയും ചെയ്തു. Some of his works. Despite the fact that Shaykhul Islam Muhammad ibn Abdul Wahhab was a mujaddid, reformer and a man of dawah, he still engaged in writing also. Some of his famous works are as follows. 1. Kitab al-Tawheed, which has been printed many times. Every time an edition is sold out, it is reprinted. 2. Kitab al-Kabair. 3. Kashf al-Shubuhat. 4. Mukhtasar Sirat al-Rasul. 5. Masail al-Jahiliyyah. 6. Usul al-Iman. 7. Fadail al-Quran. 8. Fadail al-Islam. 9. Majmu' al-Ahadith. 10. Mukhtasar al-Insaf. 11. Ash-Sharh al-Kabir. 12. Al-Usul al-Thalatha. 13. Adab al-Mashi ila as-Salam. 14. Mukhtasar Zad al-Ma'ad. 15. And he has a large number of fatwa and treatises which has been collected under the title Majmu'a Muallafat al-Imam Muhammad ibn Abdul Wahhab under the supervision of Imam Muhammad ibn Saud, University, Riyadh, and Riyadh scholars and members was brought ആരംഭിക്കുകയും ചെയ്തു. ഈ അള്ളാഹുവിലേക്ക് മുജദ്ദിദ് ആയിരുന്നെങ്കിലും ദൈവത്തിൻ്റെ ആളായിരുന്നെങ്കിലും അദ്ദേഹം ധാരാളം എഴുത്തുകൾ നടത്തിയിരുന്നു, പുസ്തകങ്ങൾ എഴുതിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന് കിതാബ് തൗഹീദ്. ഇത് ധാരാളം പ്രിന്റ് എടുക്കുകയും ഓരോ പ്രിന്റിൻ്റെ എഡിഷൻ വിൽക്കപ്പെടുകയും ചെയ്താൽ വീണ്ടും രണ്ടാമത് റീപ്രിന്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. 2. കിതാബ് അൽ കബായിർ. 3. കശ്ഫ് ശുബുഹാത്ത്. 4. മുഖ്തസർ സിറാത്ത് റസൂൽ. 5. മസായിൽ അൽ ജാഹിലിയ. 6. ഉസൂൽ അൽ ഈമാൻ. 7. ഫദായിൽ അൽ ഖുർആൻ. 8. ഫദായിൽ അൽ ഇസ്ലാം. 9. മജ്മു അൽ ഹദീസ്. 10. മുഖ്തസർ അൽ ഇൻസാഫ്. 11. അഷ്-ശറഹ് അൽ കബീർ. 12. അൽ ഉസൂൽ അൽ സലാസ. 13. അദബ് അൽ മഷി ഇല അസ്സലാത്ത്. 14. മുഖ്തസർ സാദ് അൽ മആദ്. 15. പിന്നെ അദ്ദേഹത്തിന് ധാരാളം ഫത്വകളും പ്രബന്ധങ്ങളും ഉണ്ടായിരുന്നു. ഇതെല്ലാം മജ്മുഅ മുഅല്ലഫത്ത് അൽ ഇമാം മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് എന്ന തലക്കെട്ടിൽ ഇമാം മുഹമ്മദ് ഇബ്ൻ സൗദ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ മേൽനോട്ടത്തിൽ പ്രസിദ്ധീകരിച്ചു വരുന്നു. അത് റിയാദിലാണ്. ഇതുകൂടാതെ വേറെയുമുണ്ട്. ഇതെല്ലാം എടുത്തത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്ൻ അബ്ദുൽ വഹാബിൻ്റെ കിതാബ് തൗഹീദിൽ നിന്നാണ്. The biography of Dr. Salih Al-Fawzan. Sheikh Salih bin Ibn Fawzan Al-Fawzan. He is the noble Sheikh Dr. Salih Ibn Fawzan Ibn Abdullah from the family of Fawzan from the people tribe of Ash-Shamasiyya. He was born in 1354 Hijri, 1933 AD. His father died when he was young, so he was brought up by his family. He learned the noble Quran and the basics of reading and writing with the Imam of the Masjid of the town, who was a definite reciter, Sheikh Hamoud ibn Sulaiman At-Talal, who was later made a judge in the town of Daria, not Daria in Riyadh, in the region of Qasim. Dr. Salih Al-Fawzan's ജീവചരിത്രം. ഡോക്ടർ സാലിഹ് അൽ ഫൗസാനാണ് ഈ പുസ്തകത്തിൻ്റെ 3 അടിസ്ഥാന തത്വങ്ങളുടെ പുസ്തകത്തിൻ്റെ വിശദീകരണം നൽകിയത്. അദ്ദേഹത്തിൻ്റെ വിശദീകരണമാണ് നാം വായിക്കാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം. അദ്ദേഹം ഷെയ്ഖ് ഡോക്ടർ സാലിഹ് ഇബ്ൻ ഫൗസാൻ ഇബ്ൻ അബ്ദുള്ള, കുലീനനായ ഷെയ്ഖ് ഫൗസാൻ എന്ന കുടുംബത്തിൽ ജനിച്ച അഷ്-ശമാസിയ എന്ന ഗോത്രത്തിൽ ജനിച്ച ശ്രേഷ്ഠ പണ്ഡിതനായിരുന്നു. അദ്ദേഹം ജനിച്ചത് 1354 ഹിജ്രി, 1933 AD. അദ്ദേഹം ജനിച്ചത് 1354 ഹിജ്രി, 1933 AD. അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹം ചെറുപ്പമായപ്പോഴേ മരണപ്പെട്ടു പോയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് അദ്ദേഹത്തെ വളർത്തിയിരുന്നത്. ഷെയ്ഖ് ഹമൂദ് ഇബ്ൻ സുലൈമാൻ തലാൽ എന്ന ഇമാമിൻ്റെ കീഴിലാണ് അദ്ദേഹം ഖുർആനും എഴുത്തും വായനയും പഠിച്ചത്. ഈ ഇമാമ് അദ്ദേഹത്തിൻ്റെ പട്ടണത്തിലെ ഒരു മസ്ജിദിലെ ഇമാമായിരുന്നു. ഖുർആൻ പാരായണം ചെയ്യുന്ന ഇമാമായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ ദാരിയ എന്ന പട്ടണത്തിലെ ന്യായാധിപനാക്കപ്പെടുകയുണ്ടായി.
കസീം എന്ന പ്രദേശത്ത്. ഈ ദാരിയ റിയാദിലെ ദാരിയ അല്ല. He later studied at the state school when it opened in Shamasiya in the year 1369 Hijri 1948. He completed his studies at Faisaliya school in Buraida in the year 1371 Hijri 1950 and was then appointed a school teacher. Then he joined the Educational Institute in Buraida when it opened in the year 1373 Hijri 1952 and graduated from there in the year 1377 Hijri 1956. പിന്നീട് ഷെയ്ഖ് സംസ്ഥാനത്ത് ഷമസിയയിൽ വിദ്യാലയം തുടങ്ങിയപ്പോൾ 1369 ഹിജ്റി 1948 അവിടെ പഠനം ആരംഭിച്ചു. അങ്ങനെ അവിടുന്ന് പഠനം പൂർത്തിയാക്കിയപ്പോൾ പിന്നീട് ഫൈസലിയ സ്കൂളിൽ പഠനം പൂർത്തിയാക്കി 1371 ഹിജ്റി 1950. അങ്ങനെ അദ്ദേഹത്തെ അവിടെ ഒരു അധ്യാപകനായി നിയമിക്കപ്പെട്ടു. പിന്നീട് അദ്ദേഹം ബുറൈദയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അദ്ദേഹം ചേർന്നു. 1373 ഹിജ്റി 1952. അവിടുന്ന് 1377 ഹിജ്റി 1956 ബിരുദം നേടി. പിന്നീട് he then joined the faculty of Sharia at the University of Imam Muhammad in Riyadh and graduated from there 1381 Hijri 1960. Thereafter he gained his master's degree in fiqh and later a doctorate from the same faculty, also specializing in fiqh. പിന്നീട് അദ്ദേഹം ഇമാം മുഹമ്മദ് റിയാദിലെ ഇമാം മുഹമ്മദ് യൂണിവേഴ്സിറ്റിയിൽ ശരീഅത്തിന്റെ വിഭാഗത്തിൽ ചേർന്നു. അവിടുന്ന് ബിരുദം നേടിയത് 1381 ഹിജ്റിലാണ് 1960. പിന്നീട് അദ്ദേഹം ഫിഖ്ഹിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി നേടി. പിന്നീട് ഡോക്ടറേറ്റും ഇതേ വിഭാഗത്തിൽ നിന്ന് നേടി. ഫിഖ്ഹിൽ അദ്ദേഹം നൈപുണ്യം നേടി. After his graduation from the faculty of Sharia, he was appointed as a teacher within the Educational Institute in Riyadh and then transferred to teaching in the faculty of Sharia. Later he transferred to teaching at the Department of Higher Studies within the faculty of the Principles of Religion, Usul ad-Din. Then he transferred to teaching at the Supreme Court of Justice, where he was appointed the head. He then returned to teaching there after his period of headship came to an end. He was then made a member of the Permanent Committee for Islamic Research and Fatwa, where he continues to this day. ശരിയ വിഭാഗത്തിൽ നിന്ന് ബിരുദം നേടിയതിനു ശേഷം അദ്ദേഹത്തെ ഒരു റിയാദിലെ തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അധ്യാപകനായി നിയമിച്ചു. അവിടുന്ന് പിന്നെ അദ്ദേഹം ശരിയ വിഭാഗത്തിലേക്ക് ചേർന്നു. പിന്നീട് അദ്ദേഹം മാറ്റപ്പെട്ടു. പിന്നീട് അദ്ദേഹം ഉസൂലുദ്ദീൻ, ദീനിൻ്റെ അടിസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞ വിഭാഗത്തിലെ ഉന്നത പഠനത്തിൻ്റെ വിഭാഗത്തിൽ അദ്ദേഹം പഠിപ്പിക്കാൻ ആരംഭിച്ചു. പിന്നെ അദ്ദേഹത്തെ സുപ്രീം കോർട്ടിലേക്ക് മാറ്റപ്പെട്ടു പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് തന്നെ. അവിടെ അദ്ദേഹം തലവനായി നിയോഗിക്കപ്പെട്ടു. അങ്ങനെ ഈ കാലാവധിക്ക് ശേഷം പിന്നെ അദ്ദേഹം പഠനത്തിൽ പഠിപ്പിക്കാൻ ആരംഭിച്ചു. പിന്നീട് അദ്ദേഹത്തെ ഇസ്ലാമിക ഗവേഷണവും ഫത്വയും എന്ന സ്ഥിര കമ്മിറ്റിയുടെ അംഗമാക്കുകയും അദ്ദേഹം ഇപ്പോഴും അതിൻ്റെ അംഗമായി തുടരുകയും ചെയ്യുന്നു. The Noble Sheikh is a member of the Council of Senior Scholars and member of Fiqh Committee in Mecca, part of Ar-Rabita, and member of the Committee for Supervision of the Callers, Duat in Hajj, while also residing over his main role, membership of the Permanent Committee for Islamic Research and Fatwa. He is also the Imam, Khatib and teacher at Prince Muta'ib ibn Abdul Aziz Masjid in Al-Malzar. ഷേഖ് മുതിർന്ന പണ്ഡിതന്മാരുടെ ഉപദേശക സമിതിയുടെ അംഗവും മക്കയിലെ അർ-റാബിത്തയുടെ ഭാഗമായ ഫിഖ് കമ്മിറ്റിയുടെ അംഗവും ഹജ്ജിൻ്റെ ദുആത്തുകളുടെ മേൽനോട്ടം വഹിക്കുന്ന കമ്മിറ്റിയുടെ അംഗവുമാണ്. അദ്ദേഹം സ്ഥിര കമ്മിറ്റിയുടെ നേരത്തെ പറഞ്ഞ ഇസ്ലാമിക ഫത്വ ഗവേഷണ സ്ഥിര കമ്മിറ്റിയുടെ അംഗത്തിൽ പ്രധാന റോൾ വഹിക്കുന്നതിന് പുറമെ അദ്ദേഹം അൽ മസ്ഹർ എന്ന സ്ഥലത്തെ പ്രിൻസ് മുത്തഈബ് ഇബ്ൻ അബ്ദുൽ അസീസ് മസ്ജിദിൻ്റെ ഇമാമും ഖതീബും അധ്യാപകനും ആണ്. He also takes part in corresponding to questions on the radio program Noorun al-Darb
light along the path, as he also takes part in contributing to a number of Islamic research publications at the Council for Islamic Research, Studies, Thesis and Fatwa, which are then collated and published. The Noble Sheikh also takes part in supervising a number of theses at the master's degree and doctorate level. He has a number of students of knowledge who frequent his regular gatherings and lessons. He himself studied at the hands of a number of prominent scholars and jurists, the most notable of whom were Sheikh Abdul Aziz ibn Baz, died 1420 Hijri, Sheikh Abdullah ibn Humayd rahimahullah, Sheikh Muhammad al-Amin ash-Shankiti, died 1393 Hijri, Sheikh Abdul Razzaq Afifi rahimahullah, Sheikh Salih ibn Abdul Rahman as-Sukaiti, Sheikh Salih ibn Ibrahim al-Bulayhi, Sheikh Muhammad ibn Subayyad, Sheikh Abdullah ibn Salih al-Khulayfi, Sheikh Ibrahim Abdul Muhsin, and Sheikh Hamoud ibn Akhla and Sheikh Salih Ali al-Nasir. He also studied at the hands of a number of scholars from Al-Azhar University, Egypt, who specialized in Hadith, Tafsir and Arabic language. ഷേഖ് നൂറുൻ അല ദർബ് എന്ന റേഡിയോ പ്രോഗ്രാമിലും പങ്കെടുക്കാറുണ്ട്. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അദ്ദേഹം ഇസ്ലാമിക ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ സംഭാവന ചെയ്യലുണ്ട്. പിന്നെ ഇസ്ലാമിക ഗവേഷണ പഠന പ്രബന്ധ ഫത്വ ഉപദേശക സമിതി ഇത് പരിശോധിക്കുകയും പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. കുലീനനായ ഷേഖ് ധാരാളം പ്രബന്ധങ്ങൾ മാസ്റ്റേഴ്സ് ഡിഗ്രിൻ്റെയും ഡോക്ടറേറ്റിൻ്റെ അവസ്ഥയിലെത്തുന്ന ഡിഗ്രികളുടെയും ധാരാളം പ്രബന്ധങ്ങളുടെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ദർസുകൾ കേൾക്കുന്ന ധാരാളം വിദ്യാർത്ഥികളുമുണ്ട്. അദ്ദേഹം തന്നെ ഷെയ്ഖ് തന്നെ പഠിച്ചത് ധാരാളം പ്രമുഖരായ പണ്ഡിതന്മാരുടെ അടുത്ത് നിന്നാണ്. പ്രത്യേകിച്ച് ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്ൻ ബാസ് മരണപ്പെട്ടത് 1420 ഹിജ്റി, ഷെയ്ഖ് അബ്ദുല്ല ഇബ്ൻ ഹുമൈദ് റഹിമഹുല്ല, ഷെയ്ഖ് മുഹമ്മദ് അൽ അമീൻ അഷ്-ശംകതി മരണപ്പെട്ടത് 1393 ഹിജ്റി, ഷെയ്ഖ് അബ്ദുൽ റസാഖ് അഫീഫി റഹിമഹുല്ല, ഷെയ്ഖ് സാലിഹ് ഇബ്ൻ അബ്ദുർ റഹ്മാൻ അസ്-സുകൈത്തി, ഷെയ്ഖ് സാലിഹ് ഇബ്ൻ ഇബ്രാഹിം അൽ ബുലൈഹി, ഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ സുബയ്യ, ഷെയ്ഖ് അബ്ദുല്ല ഇബ്ൻ സാലിഹ് അൽ ഖുലൈഫി, ഷെയ്ഖ് ഇബ്രാഹിം അബ്ദുൽ മുഹ്സിൻ, ഷെയ്ഖ് ഹമൂദ് ഇബ്ൻ അൽ അഹ, ഷെയ്ഖ് സാലിഹ് അലി അൽ-നാസർ. അദ്ദേഹം ഈജിപ്തിലെ അൽ അസർ യൂണിവേഴ്സിറ്റിയിലെ ധാരാളം പണ്ഡിതന്മാരുടെ കീഴിലും പഠിച്ചിരുന്നു. അദ്ദേഹം ഹദീസ്, തഫ്സീർ, അറബി ഭാഷയിൽ പാണ്ഡിത്യം നേടുകയും ചെയ്തു. In Dawah, Sheikh Salih Fawzan has played a major role in calling to Allah and teaching, giving fatwa, kutubas and knowledgeable reputations. His books number many. However, the following are just a handful, which includes Kitab al-Tawheed, Al-Irshad ila Sahih al-I'tiqad, Al-Mukhallas al-Fiqhi, Foods and the Rulings regarding slaughtering and hunting, which is part of his doctorate, At-Tahqiqat al-Mardiya in Inheritance, which is part of his master's degree, Rulings related to believing women, a refutation of Yusuf Qaradawi's book Al-Halal wal-Haram. ദഅവത്തിന്റെ മേഖലയിൽ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിദഹുല്ല പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അള്ളാഹിലേക്ക് ക്ഷണിക്കാനും പഠിപ്പിക്കാനും ഫത്വ നൽകാനും ഫത്വ പറയാനും വിജ്ഞാനപരമായ വിമർശനങ്ങളും ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിലെ ചിലത് താഴെ പറയുന്നവയാണ്: കിതാബ് തൗഹീദ്, അൽ ഇർഷാദ് ഇലാ സഹീഹിൽ ഇഅ്തിഖാദ്, അൽ മുഖല്ലസ് അൽ ഫിഖ്ഹി, മുലഖസ് അൽ ഫിഖ്ഹി. അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റിൻ്റെ ഭാഗമായ ഭക്ഷണവും അറുക്കലും വേട്ടയാടലും സംബന്ധിച്ച നിയമങ്ങൾ, അദ്ദേഹത്തിൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രീൻ്റെ ഭാഗമായ അത്തഹ്ഖീഖ് അൽ മർദിയ, ഇത് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടതാണ്, സത്യവിശ്വാസിനികളുടെ നിയമങ്ങളുമായി ബന്ധപ്പെട്ടവ, പിന്നെ യൂസുഫ് ഖർദാവിയെ വിമർശിച്ച യൂസുഫ് ഖർദാവിൻ്റെ പുസ്തകം അൽ ഹലാൽ വൽ ഹറാം എന്ന പുസ്തകത്തെ വിമർശിച്ചത്. നമുക്ക് ഇവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.